സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചുമതലയേൽക്കും. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എന്തായാലും ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹം ഗവർണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും. എന്തായാലും വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയ ഗവർണർ ചുമതലയേൽക്കുകയാണ്. എപ്പോഴാണ് ചടങ്ങ് നടക്കുക? ആരൊക്കെയാണ് പങ്കെടുക്കുക? അശ്വതി, പുതിയ ഗവർണർക്ക് ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഊഷ്മളമായ സ്വീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ മുൻവിധിയൊന്നുമില്ലാതെ തന്നെയാണ് സർക്കാരിന്റെ സമീപനം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഗവർണറും സർക്കാരും തമ്മിലുണ്ടായിരുന്ന പോര് ഏതാണ്ട് 5 വർഷക്കാലം അത് സംഭവബഹുലമായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ ആണ് മുൻപോട്ട് പോയതെങ്കിൽ പിന്നീട് ഈ സർവകലാശാല വിസിമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ സംഭവിച്ച കാര്യമറിയാം. സുപ്രീം കോടതിയുടെ മുമ്പിൽ വരെ കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായി. രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് പരാതി പോകുന്ന സ്ഥിതിയുണ്ടായി. ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള പോരിനാണ് മുൻ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇടവെച്ചത്. അവിടെയാണ് ആർലേക്കറുടെ പുതിയ നിയമനം അതും വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഗോവയിലെ BJP പ്രവർത്തകനാണ് അദ്ദേഹം RSSുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പല പാർട്ടികളിൽ നിന്ന് സഞ്ചരിച്ച് എത്തി BJPയിൽ ചേർന്ന ആളല്ല. കാലം കൊണ്ട് തന്നെ ഒരു സംഘപ്രവർത്തകനായി അല്ലെങ്കിൽ ആ തരത്തിൽ BJPയുമായി പ്രവർത്തിച്ചു വന്ന മന്ത്രിയായിട്ടുള്ള, നേരത്തെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിന്റെ നടപടികൾ, ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക? ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴി തിരഞ്ഞെടുക്കുമോ? സർക്കാരുമായി ഒരു സമവായത്തിലോ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ചരിത്രം അറിയുന്നവർ പറയുന്നത് പുതിയ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം വലിയ സംസാരത്തിന് നിൽക്കാതെ, കൂടുതൽ കാര്യങ്ങൾ പറയാതെ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അദ്ദേഹം ചെയ്തു പോകും. അത്ര കണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് നിശബ്ദമായി നടപ്പാക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന നിലയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശൈലിയിൽ അല്ലെങ്കിൽ പോലും ഒരുപക്ഷെ RSSന്റെ തീരുമാനങ്ങൾ, BJPയുടെ തീരുമാനങ്ങൾ അദ്ദേഹം CPM വിരുദ്ധ ലൈനിൽ സ്വീകരിച്ചാൽ അതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും, തർക്കത്തിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒന്നും മുൻവിധിയോടുകൂടി പറയാൻ കഴിയില്ല. നമുക്കും ആ തരത്തിൽ പറയാൻ കഴിയില്ല. ഇതെല്ലാം തന്നെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ മുൻ ഗവർണറുടെ പാതയിൽ പുതിയ ഗവർണറും സഞ്ചരിക്കുമെന്നുള്ള ചർച്ചകളോ ഒക്കെയാണ്. പക്ഷേ ആ തരത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അതിനു മുൻപും ഗവർണർമാരുണ്ടായിരുന്നു. BJP സർക്കാരിന്റെ തന്നെ നിലയിൽ വന്നിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ സർക്കാരുകളുമായി ഇടയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായി ഉയർന്നു കേൾക്കുന്നത് രവി അടക്കം, അതായത് തമിഴ്നാട്ടിലെ ഗവർണർ അടക്കമുള്ള ആളുകൾ BJP ഇതര സർക്കാരുകളുമായി തെറ്റുന്ന ഒരു സാഹചര്യം. അത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും BJP ഇതര സർക്കാരുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഗവർണർമാരുമായുള്ള പോര് അത് പശ്ചിമ ബംഗാളിലടക്കം നേരത്തെ ഉയർന്നു വന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ആ തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ട്. പക്ഷേ മുൻവിധിയോടുകൂടി ഒന്നും കാണാൻ കഴിയില്ല. ഏതായിരുന്നാലും ഗവർണർ ഇന്ന് 10:30 മണിക്ക് ചുമതലയേൽക്കുകയാണ്. രാജ്ഭവനിലാണ്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിനോദ്, അദ്ദേഹം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരുമായി താൻ തർക്കത്തിനില്ല, സർക്കാരിനെ വഴികാട്ടാനുമല്ല താൻ വരുന്നത്, സഹായിക്കാനാണ് വരുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗമടക്കം നടത്തേണ്ട ഗവർണറും ആ തരത്തിൽ ഒരു തലവനായി സംസ്ഥാന സർക്കാർ കാണുന്ന വ്യക്തിയും സർക്കാരും തമ്മിലുള്ള ഒരു തർക്കമുണ്ടാകുന്നത് ആശാസ്യമായ കാര്യമല്ല. സ്വാഭാവികമായും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ അതൊക്കെ വാക്കുകൾ മാത്രമാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലവും കേരളത്തെ മനസ്സിൽ സൂക്ഷിക്കും, അത്ര കണ്ട് ആത്മബന്ധമുണ്ട്, കേരളത്തോട് സ്നേഹമാണ്, ഇവിടുത്തെ വ്യക്തികളോട് സ്നേഹമാണ്,
ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളവുമായി എല്ലാ കാലവും നിരന്തരമായ ബന്ധം പുലർത്തും. അത്തരത്തിൽ വളരെ ഊഷ്മളമായ വാക്കുകൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് എല്ലാ ആശംസകളും നേർന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. ജനക്ഷേമകരമായ കാര്യങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയട്ടെ. മാത്രമല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു വിവാദ വിഷയത്തെക്കുറിച്ച് അന്നത്തെ ഈ വിടവാങ്ങൽ പ്രതികരണത്തിൽ പോലും വിമാനത്താവളത്തിന് മുന്നിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആ ഒരു പ്രതികരണത്തിൽ പോലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളൊന്നും നടത്തിയില്ല. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ സർക്കാരുമായി വേണ്ടി വന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അതുവരെ നടന്ന തർക്കങ്ങളെക്കുറിച്ചൊന്നും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശവും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ നടന്ന സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്, ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധമുണ്ടായത്, SFIയുടെ പ്രതിഷേധമൊക്കെ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, CPI നേതാക്കളുടെ വാക്കുകൾ, ഇതെല്ലാം കണ്ടതാണ്. ഗവർണർക്ക് തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. കൊല്ലത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരു ചായക്കടയ്ക്ക് മുന്നിൽ കസേര ഇട്ട് ഇരുന്ന് മണിക്കൂറുകളോളം പ്രതിഷേധിച്ച സാഹചര്യമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് പാളയത്ത് വാഹനത്തിന് പുറത്തിറങ്ങി SFIക്കാരുമായി തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ വളരെ ഊഷ്മളമായ വാക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ വരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. സർക്കാരുമായി തർക്കമുണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ഇനി എന്താണ് സംഭവിക്കുന്നത് അതും കാത്തിരിക്കേണ്ട കാര്യമാണ്. ശരി വിനോദ്, എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി ഇന്ന് ചുമതലയേൽക്കുകയാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന